പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ.എൻ. സംസയെ ആരെങ്കിലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. കഴിഞ്ഞ ദിവസം അദ്ദേഹം പങ്കെടുത്ത ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മാത്രം മതി അദ്ദേഹത്തിൻ്റെ നിലപാടെന്താണെന്ന് മനസ്സിലാക്കാൻ. മുമ്പുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമല്ല എന്ന അദ്ദേഹത്തിൻ്റെ നിരീക്ഷണവും, മൂന്നാം സീറ്റ് വിഷയത്തിൽ ലീഗും കോൺഗ്രസും തമ്മിൽ നടത്തുന്ന രാഷ്ട്രീയ നാടകത്തെക്കുറിച്ചും, ലീഗിനെ മലപ്പുറം പാർട്ടിയാക്കി ചുരുക്കുന്നതിൽ നേതാക്കൾ വഹിച്ച പങ്കിനെക്കുറിച്ചും വളരെ കൃത്യമായ നിരീക്ഷണങ്ങളാണ് കെ. സംസ നടത്തിയത്. ആ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. അബ്ദുറഹ്മാൻ മത്സരിച്ച സമയത്ത് ഏറെക്കുറെ ഒരു 23,000-25,000 വോട്ടിൻ്റെ മാർജിനാണുള്ളത്. ആ മാർജിൻ ഇന്ന് പ്രസക്തമല്ല. കാരണം അന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യവും ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അന്ന് മോഡിയെയും സംഘപരിവാർ പ്രവൃത്തിയെയും അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയാൽ കയറാനിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു മുന്നണി മാത്രമായിരുന്നു. സംഘപരിവാറിനെ താഴെ ഇറക്കിയാൽ പകരം കോൺഗ്രസ് എന്ന ഒറ്റ മൂല്യേ അന്നുണ്ടായിരുന്നുള്ളൂ. ഇന്ന് സാഹചര്യങ്ങൾ മാറി. സംഘപരിവാറിനെ താഴെ ഇറക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് ഇന്ത്യ എന്ന സഖ്യമാണ്. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു മഹാകൂട്ടായ്മ. ഇന്ത്യ സഖ്യത്തിൽ പ്രബലമായി നിൽക്കുന്നത്, അവിഭാജ്യ ഘടകമായി നിൽക്കുന്നത് ഇടത് ജനാധിപത്യ മുന്നണി കൂടിയാണ്. അതുകൊണ്ട് സംഘപരിവാറിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇടതുപക്ഷ മതേതര മതനിരപേക്ഷ ശക്തികളിലും മറ്റ് ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളിലും വലിയ വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോഡിക്ക് പകരം കോൺഗ്രസ് എന്ന ആ ഇക്വേഷൻ മാറിപ്പോയി. പകരം മോഡിക്ക് പകരം ഇന്ത്യ എന്നതാണ് പുതിയ സാഹചര്യം. ഈ സാഹചര്യം ജനങ്ങളിൽ ഏശിയിട്ടുണ്ട്, അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ രാഷ്ട്രീയത്തിൽ സ്റ്റേറ്റ് അസംബ്ലിയിലേക്കുള്ളൊരു തെരഞ്ഞെടുപ്പിൽ ഒരു വിധിയും കേന്ദ്രത്തിലേക്ക് മറ്റൊരു വിധിയാണ് ഉണ്ടായിരുന്നത്, ജനവിധി. ഇനി അതിന് പ്രസക്തമല്ല. കേരളത്തിലുണ്ടായ ഇടത് ജനാധിപത്യ മുന്നണിക്കുള്ള മേൽക്കോയ്മ പാർലമെന്റ് ഇലക്ഷനിലും ഇനി പ്രകടമാകാൻ പോവുകയാണ്. കാരണം ഇത് തന്നെയാണ്. ഈ കോൺഗ്രസ് അല്ല, മോഡിക്ക് പകരം വരാനുള്ളത് ഇന്ത്യയാണ്. ഇന്ത്യയിലെ അവിഭാജ്യ ഘടകമാണ് ഇടത് ജനാധിപത്യ മുന്നണി. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇടത് ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും ഉണ്ടല്ലോ, രണ്ടും ആവാമല്ലോ, രണ്ടും ഇന്ത്യ സഖ്യത്തിലാണല്ലോ എന്ന് പറഞ്ഞേക്കാം. പക്ഷേ കേരളത്തിലെ പ്രബുദ്ധരായ ജനത അവർ ചിന്തിക്കുന്നതിൽ കുറച്ചും കൂടി പ്രാഗൽഭ്യം പുലർത്തുന്നവരാണ്. അവർ നോക്കിക്കാണുന്നുണ്ട് കഴിഞ്ഞ 5-6 മാസത്തിനും ഉള്ളിൽ അല്ലെങ്കിൽ 1-2 കൊല്ലത്തിനുള്ളിൽ മതനിരപേക്ഷതയിൽ ഊന്നിയുള്ള നിലപാടുകൾ എടുത്ത പ്രസ്ഥാനം ഏത് എന്നാണ്. ഇപ്പൊ മോഡി പറയുന്നത് തന്നെ ഏറ്റുപറയുന്നവർ പകരം കയറുന്നതിൽ കാര്യമില്ലല്ലോ. മോഡിയെ താഴെ ഇറക്കിയാലും മോഡി പറയുന്ന മുദ്രാവാക്യം ഏക സിവിൽ കോഡിന്റെ കാര്യത്തിൽ, UAP കാര്യത്തിൽ, NIA കാര്യത്തിൽ, മാത്രമല്ല രാമക്ഷേത്രത്തിന്റെ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഒക്കെ, ഗസയുടെ കാര്യത്തിൽ, പാലസ്തീൻ വിഷയത്തിൽ എത്ര ഇഷ്യൂസ് ഉണ്ട്. അതിലൊക്കെ മോഡി പറയുന്നത് തന്നെ ആവർത്തിച്ച് പറയുന്നവർ മോഡിക്ക് പകരം കയറുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത്? അത് ജനങ്ങൾ തിരിച്ചറിയും. അപ്പോൾ മോഡിയെ അധികാരത്തിൽ നിന്ന് താഴോട്ട് ഇറക്കേണ്ടതുണ്ട്. ഇറക്കിയാൽ പകരം കയറാനുള്ള ഇന്ത്യ സഖ്യമാണ്. ഇന്ത്യ സഖ്യത്തിൽ പാർലമെന്റിൽ ഉറച്ച നിലപാടെടുത്ത് നിൽക്കണമെങ്കിൽ ഇടതു മതനിരപേക്ഷ ശക്തികൾ കയറേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് കൂടി ജനങ്ങൾക്ക്. തവണത്തെ അബ്ദുറഹ്മാന്റെ 23,000 വോട്ടിന്റെ കഴിഞ്ഞ അബ്ദുറഹ്മാന്റെ 23,000 വോട്ടിന്റെ മേൽക്കോയ്മ പ്രശ്നമല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിന് കാരണം ഇന്ത്യ സാഹചര്യം മാറിയതുകൊണ്ട് ആ മേൽക്കോയ്മ പോയി. പകരം വലിയ ഭൂരിപക്ഷം ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. MP ആയിട്ടുള്ള ET മുഹമ്മദ് ബഷീർ പൊന്നാനി വിട്ട് മലപ്പുറത്തേക്ക് മാറിയത് എന്തുകൊണ്ടാവും? ഞാൻ സത്യത്തിൽ അതിനെക്കുറിച്ച് ഒരു കമന്റ് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനത് കമന്റ് പറയാൻ സത്യസന്ധമായി പറയണല്ലോ. പക്ഷേ എൻ്റെ മുൻഗാമിയെക്കുറിച്ച് ഇവിടെ ഉണ്ടായിരുന്ന പഴയ ദീർഘകാലം MP ആയിരുന്ന ഒരു പഴയ നേതാവ്, ഞാൻ ബഹുമാനിക്കുന്ന ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല പ്രവർത്തനം വിലയിരുത്തേണ്ടതുണ്ടാവും. അതിനെക്കുറിച്ച് ഞാനൊന്നും ഇപ്പൊ ഞാനൊരു സ്ഥാനാർത്ഥിയാണല്ലോ. അതുകൊണ്ട് തന്നെ സിറ്റിംഗ് MP മണ്ഡലം വിടുന്നു എന്ന് പറയുമ്പോൾ മണ്ഡലം വിടുന്നു എന്ന് പറയുമ്പോൾ അതിൽ ആളുകൾക്ക് ചിന്തിക്കാൻ ഒരുപാട് വകയുണ്ട്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ താങ്കൾക്ക് ആത്മവിശ്വാസം, അധികമായി ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമാണോ? ഒരുപാട് വകയുണ്ട്.
അത് തീർച്ചയായും. അതുമാത്രമല്ല, പകരം നിയോഗിക്കപ്പെട്ട കാൻഡിഡേറ്റും കമ്മിറ്റിയിൽ നിരന്തരമായി പൊന്നാനിയിൽ നിന്ന് മാറ്റിത്തരണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നതും അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം വൈകിയതും ഒക്കെ തന്നെ ഇതിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം പൊന്നാനി മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ്. വിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. ലീഗ് മുസ്ലിം ലീഗിനോട് വോട്ട് ചെയ്തിരുന്ന ആളുകൾ തന്നെയാണ് എനിക്ക് പ്രചോദനമേകുന്നത്, എനിക്ക് സപ്പോർട്ട് നൽകുന്നത്. ധാരാളം ആളുകൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് എനിക്ക് സപ്പോർട്ട്, കാരണം ഞാനും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നയാളാണല്ലോ. എന്താണ് ഉണ്ടായിരുന്നത്? അഴിമതി രാഷ്ട്രീയം ത്തിനെതിരെ ഒരു സംശുദ്ധ രാഷ്ട്രീയം, അതായിരുന്നല്ലോ ഞാൻ പാർട്ടിയിൽ ഉന്നയിച്ചിരുന്ന കാര്യം. പാർട്ടിയിൽ എൻ്റെ ക്രാഷ് അവിടെയായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഒരുപാട് കാലത്തെ നിരന്തരമായ പോരാട്ടങ്ങളായിരുന്നു. അവസാനം കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് 25 കൊല്ലമായി ഈ KS ഹംസ എന്നെ മീറ്റ് യോഗങ്ങളിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പരിതപിച്ചത്. ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിന് വേണ്ടി ഉള്ളിൽ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സംശുദ്ധ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തി എന്നത് മുസ്ലിം ലീഗിൻ്റെ ഉള്ളിലെ കഥകൾ അറിയുന്നവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അവർ അംഗീകരിക്കും എൻ്റെ സ്ഥാനാർത്ഥിത്വം. ലീഗ് പ്രവർത്തകരും അംഗീകരിക്കും എന്നാണോ? അവരുടെ അനുഭാവവും വോട്ടും കാര്യമായി പൊന്നാനിയിലെത്തും എന്നാണോ? തീർച്ചയായും. മുസ്ലിം ലീഗിന് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തിരുന്ന ബഹുഭൂരിപക്ഷം അംഗങ്ങൾക്കും എന്നെ അറിയാം. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ആശയമുണ്ട്, ആ ആശയത്തെ അറിയാം. ആ ആശയം പോയ കാലങ്ങളിൽ വളരെ പിന്നോക്ക ഒരു 10, 30, 40 കൊല്ലമൊക്കെ പുറകോട്ട് പോയി സഞ്ചരിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു മുസ്ലിം ലീഗ് എന്ന് എല്ലാവർക്കും അറിയാം. അത് പോയി. പക്ഷെ ഞാൻ ആ ലീഗിനെല്ലാം ഇപ്പോഴും കുറ്റം പറയുന്നത്. ലീഗ് സഹോദരങ്ങളെ കുറ്റം പറയില്ല. വളരെ സ്നേഹമുള്ളവരാണ് ലീഗുകാർ. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ വളരെ നല്ല സ്നേഹം നൽകുന്നവരാണ്. അധികം ആളുകൾ നിഷ്കളങ്കരാണ്. അവർ പാർട്ടിയെ സ്നേഹിക്കുന്നവരാണ്. അവർ പാർട്ടി പ്രവർത്തകരെ പരസ്പരം സ്നേഹിക്കുന്നവരാണ് അവർ. പക്ഷെ അവരൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. അത് ഇന്ന് വന്നുപെട്ട ഒരു അപച്യുതിയുണ്ട്, ആ മൂല്യച്യുതിയുണ്ട്. അതിനെയാണ് ഞാൻ വിമർശിച്ചിട്ടുള്ളതും അതിനെയാണ് ഇന്നും വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ചല്ലോ, കോൺഗ്രസ് ഇന്ന് സീറ്റ് നേടിയില്ല എന്നൊക്കെ. നേടാൻ ഞാൻ അതിനെക്കുറിച്ച് സത്യത്തിൽ അതിൻ്റെ ഉള്ളിലെ കല്ലുകൾ അറിയുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ഞാൻ ഇത്തിരി തമാശയോട് കൂടിയാണ് അതൊക്കെ കേട്ടിരിക്കുന്നത്. നേരത്തെ നിങ്ങളുടെ ചർച്ച കേട്ടുകൊണ്ടിരുന്നിരുന്നത് ഇതൊക്കെ ഒരു അതര വ്യായാമങ്ങളാണ്. അതിലൊന്നും ഒരു കഥയുമില്ല. കഴിഞ്ഞ തവണ പട്ടാമ്പി സീറ്റ്, പാലക്കാട് പാർലമെന്റ് സീറ്റ് ഓപ്പൺ വാക്കൻ്റ് ആയിരുന്നു. കാരണം അതിനു മുമ്പ് അത് വീരേന്ദ്രകുമാറിന് കൊടുത്ത സീറ്റായിരുന്നു. വീരേന്ദ്രകുമാർ ഇടതുപക്ഷത്തേക്ക് പോയപ്പോൾ അത് ആർക്കും ക്ലെയിം ഇല്ലാത്ത, ആ സീറ്റിന് ക്ലെയിം ഉണ്ടായിരുന്നില്ല, ഓപ്പൺ ആയിരുന്നു. ആ സമയത്ത് അത് കിട്ടുമായിരുന്നല്ലോ. അത് തരാൻ അന്ന് കോൺഗ്രസും ഏറെക്കുറെ തയ്യാറായിരുന്നു. പക്ഷേ എവിടെയോ ചില അധികാരത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ചില ഏതോ ഇടനാഴികളിൽ ചില ധാരണകളുണ്ടായി. ആ ധാരണയുടെ ഭാഗമായി പാർലമെന്റിലേക്ക് ചില നേതാക്കൾ മത്സരിക്കുന്നു. അവിടെ ചെന്നാൽ ഒരു ബർത്ത് കിട്ടും, ക്യാബിനറ്റിൽ ഒരു ബർത്ത് കിട്ടും എന്ന ധാരണ വന്നപ്പോൾ അന്ന് ലഭ്യമാകാനിരുന്ന പാലക്കാട് സീറ്റിനെ കളഞ്ഞു വിളിച്ചു, ത്യജിച്ചു കളഞ്ഞു. അതായിരുന്നു ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പിന്നീട് പക്ഷേ അവിടെ ഭൂരിപക്ഷം കിട്ടിയില്ല, മന്ത്രിയാവാനും കഴിഞ്ഞില്ല. ഉടൻ രാജിവെച്ച് വന്ന് ഇവിടെ കേരളത്തിൽ വീണ്ടും മത്സരിക്കല്ലേ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇതൊക്കെ ഒരു അതര വ്യായാമങ്ങളാണ് ഈ ചർച്ചയൊക്കെ. ചർച്ചയുടെ അണിയറകളിൽ വേറെ അന്തർനാടകങ്ങൾ വേറെ നടക്കുന്ന അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമായിട്ട് നിൽക്കുന്ന ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. നമ്മുടെ കോൺഗ്രസിന്റെ നേതാക്കൾ, UDF നേതാക്കളൊക്കെ ഏകസ്വരത്തിൽ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും ലീഗിന് ഒരു മൂന്നാമത് ഒരു ലോക്സഭാ സീറ്റിനുള്ള അർഹതയുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ദേശീയ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് അതാണ് ലീഗ് അത് ഉൾക്കൊള്ളുന്നുണ്ട്, ലീഗ് അത് അംഗീകരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു മുന്നണി സംവിധാനത്തിൽ തീർച്ചയായിട്ടും ഘടകകക്ഷികൾക്ക് കൂടുതൽ സീറ്റുകൾ ചോദിക്കാറുണ്ട്. ഇടതുപക്ഷത്തും ഉണ്ടല്ലോ. കേരള കോൺഗ്രസ് ഈ പ്രാവശ്യം 2-3 സീറ്റ് അവർ ചോദിച്ചിരുന്നു. ഇപ്പോഴത്തെ ദേശീയ സാഹചര്യത്തിൽ ലീഗ് കൂടുതൽ സീറ്റിൽ മത്സരിക്കരുത് എന്നുള്ളതാണോ ആ പറഞ്ഞ ദേശീയ സാഹചര്യം? അല്ല, തീർച്ചയായിട്ടും. കാരണം കോൺഗ്രസ് ശക്തിപ്പെട്ടു നിൽക്കേണ്ടത്. കാരണം ദേശീയ തലത്തില് കോൺഗ്രസ് BJPയെ നേരിടുവാൻ വേണ്ടി ഇവിടെ പ്രിയപ്പെട്ട ശ്രീ ഹംസ പറയുണ്ടായി. കാരണം BJPയെ നേരിടുവാനായിട്ട് ഇന്ന് കെൽപ്പുള്ളത് ഇന്ത്യ മുന്നണിക്കാണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ആ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. അത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, അല്ലെങ്കിൽ പടിഞ്ഞാറ് ഗുജറാത്ത് മുതൽ അങ്ങ് കിഴക്ക് അരുണാചൽ പ്രദേശ് വരെ ഇന്ത്യ മുന്നണിക്കും ഈ BJPക്കും എതിരെയുള്ള പോരാട്ടത്തിൽ ഹിമാചലിലെ അവസ്ഥ അല്ല, ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനം എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശാണല്ലോ. ഞാനിപ്പോ അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞു വന്നതാണ്. അപ്പോൾ അത് പ്രദേശം എന്നുള്ള വാക്ക് അതിനകത്ത് വന്നതുകൊണ്ട് സ്വാഭാവിക ഒരു സ്ലിപ്പ് വന്നതാണ്. അപ്പോൾ കോൺഗ്രസ് ശക്തിപ്പെട്ട് നിൽക്കേണ്ടത്, കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ മത്സരിക്കേണ്ടത് അത് അനിവാര്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ കോൺഗ്രസ് നയിച്ച മുന്നണിയുടെ പേര് UPA എന്നുള്ളതാണ്.
അതിന്റെ കൺവീനർ സ്ഥാനം കോൺഗ്രസിന് തന്നിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ആ മുന്നണിയുടെ ഇന്ത്യ മുന്നണിയുടെ അനിഷേധ്യമായ നേതൃസ്ഥാനവും അതിലെ ഒന്നാം കക്ഷിയും കോൺഗ്രസ് ആണ് എന്ന നിലയിൽ ഏതെങ്കിലും മറ്റു കക്ഷികൾ അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. അതങ്ങനെ നിൽക്കട്ടെ. പക്ഷേ ഇതിലൊരു പ്രധാന കാര്യം അദ്ദേഹം പറഞ്ഞല്ലോ, പാലക്കാട് സീറ്റ് കഴിഞ്ഞ തവണ ഓപ്പൺ വേക്കൻ്റ് ആണ്. നമുക്കൊക്കെ ആലോചിച്ചാൽ മനസ്സിലാവും. കറക്റ്റാണ് അദ്ദേഹം പറഞ്ഞത്. ഓപ്പൺ വേക്കൻ്റ് ആയിരുന്നു, അത് കൊടുക്കാമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. ഇവിടെ വെച്ചോ അത് അട്ടിമറിക്കപ്പെട്ടു. അതിൽ കോൺഗ്രസിനും റോളുണ്ട്. അതാണ് ഈ സീറ്റ് നിഷേധത്തിന്റെ കോൺഗ്രസ് റോള്. ജില്ലകളിൽ ലീഗിന്റെ അക്കൗണ്ട് പൂട്ടിച്ച ഒരു ചരിത്രപരമായ ഇടപെടൽ UDF രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ലീഗിനോട് ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. കാരണം അദ്ദേഹം ഒരിക്കലും ഈ പറയുന്ന UDFന്റെ സീറ്റ് വിഭജന ചർച്ചകളിൽ പെട്ട ആളല്ലല്ലോ. അത് പുറത്തു വരുന്ന വാർത്തകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉള്ളിൽ നിന്നും ആരെങ്കിലും ഒക്കെ കൊടുക്കുന്ന വാർത്തകൾ, അതല്ലല്ലോ അതിന്റെ ഔദ്യോഗിക വാർത്തകൾ എന്ന് പറയുന്നത്. കാരണം ലീഗിന് ഒരു സംവിധാനമുണ്ട്, കോൺഗ്രസിന് ഒരു സംവിധാനമുണ്ട്. അവിടെ ഇരുന്നാണ് UDFന്റെ അന്തിമമായ സീറ്റ് ചർച്ച തീരുമാനിക്കുന്നത്. അപ്പോൾ സീറ്റ് ആഗ്രഹിക്കുന്ന പല ആളുകളും അവരുടെ താല്പര്യങ്ങൾ വെച്ച് സംസാരിക്കാറുണ്ട്. പാലക്കാടിനെ സംബന്ധിച്ച് ശ്രീ റോണി എന്ന കോൺഗ്രസ് വക്താവ്, ശ്രീ റോണി കെ ബേബി എന്ന കോൺഗ്രസ് വക്താവ്, ശ്രീ ഹംസ, താങ്കളുടെ ആ വെളിപ്പെടുത്തൽ നിരാകരിക്കണം. മാത്രമല്ല താങ്കൾക്ക് അതേക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത ആളാണ് എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു മറുപടി ക്യുക്കായി അതിനെക്കുറിച്ച് അതിന്റെ സംഘടനാ ചുമതലയുണ്ടായിരുന്ന സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്കറിയുന്നത് പോലെ ഒരു പക്ഷേ മിസ്റ്റർ ജോണിക്ക് അറിഞ്ഞോളുന്നില്ലല്ലോ. എന്തായാലും ഞാൻ അദ്ദേഹത്തെ നിഷേധിക്കാം. ഒരു കാര്യം പ്രായോഗികമായി അദ്ദേഹത്തിന് ആലോചിച്ചാൽ അറിയുന്ന ഒരു കാര്യമുണ്ട്. 25 കൊല്ലം മുമ്പ്, 30 കൊല്ലം മുമ്പ്, 1990 മുമ്പത്തെ കേരള രാഷ്ട്രീയം ഒന്ന് എടുത്തു നോക്കൂ. തിരുവനന്തപുരത്ത് 2 സീറ്റിൽ മത്സരിച്ചിരുന്നു, കൊല്ലത്ത് 3 സീറ്റിൽ ലീഗ് മത്സരിച്ചിരുന്നു, എറണാകുളത്ത് മത്സരിച്ചിരുന്നു, തൃശ്ശൂർ മത്സരിച്ചിരുന്നു, പാലക്കാട് മത്സരിച്ചിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയി അസംബ്ലിയിലത്തെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഭാരതപ്പുഴയുടെ തെക്ക് നമ്മൾ എത്ര സീറ്റിലാണ് ലീഗ് മത്സരിക്കുന്നത് നോക്കി നോക്കൂ, ഒന്ന് മനസ്സിലാക്കി നോക്കൂ. കിട്ടാത്ത ചില സീറ്റുകൾ മാത്രം. ഗുരുവായൂരിൽ കുറച്ച് ഉണ്ടായിരുന്നു, മത്സരിക്കുന്നുണ്ട് ഇപ്പോഴും തൃശ്ശൂർ ജില്ലയിലെ. പക്ഷേ ആ ഭൂരിപക്ഷം കുറഞ്ഞ് 25,000-30,000-30,000 പോയി. അതിൻ്റെ അപ്പുറത്തുള്ളത് തിരുവനന്തപുരത്ത് ഇപ്പോൾ സീറ്റേ മത്സരിക്കുന്നില്ല. 2 സീറ്റിൽ മത്സരിച്ചിരുന്ന MLA മാരൊക്കെ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. ഇപ്പോൾ ഒരു സീറ്റിൽ മത്സരിക്കാൻ പോലും സീറ്റില്ല. കൊല്ലത്തായിരുന്നെങ്കിൽ 3 സീറ്റിൽ മത്സരിച്ച സമയം ഉണ്ടായിരുന്നു. ഇരുപൂരം ചടയമംഗലമൊക്കെ അടക്കം ഒന്നത്തൂരൊക്കെ 3 സീറ്റിൽ ഒരേപോലെ മത്സരിച്ച സമയം ഉണ്ടായിരുന്നു. അതൊക്കെ പോയി ഇപ്പൊ അവസാനം. അല്ല, ഞാൻ അതൊക്കെ മനസ്സിൽ വെച്ചാണ് അദ്ദേഹത്തോട് ലീഗിന്റെ ജില്ലയിലെ അക്കൗണ്ടുകൾ പൂട്ടിച്ചതിനെ കുറിച്ച് ചോദിച്ചത്. പക്ഷേ അദ്ദേഹം അത് കേൾക്കാത്ത മട്ടിൽ, കൊത്താതെ കേൾക്കാത്ത മട്ടിലാണ് ശ്രീ റോണി പോയത്. ഞാൻ ശ്രീ ഹംസയുടെ ഒരു ചോദ്യം, ഞാൻ വരാം റോണി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അദ്ദേഹം പോകുന്നത് കൊണ്ടാണ് ഞാൻ ക്യുക്കാക്കുന്നത്. അറോണി, ഒരു കാര്യം കൂടി ഞാൻ പോട്ടെ. എനിക്കൊരു അടുത്തൊരു ക്യാമ്പയിനിൽ പോകേണ്ടതുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഇരുന്നത് മാത്രമേ ഉള്ളൂ. ഒറ്റ കാര്യം കൂടിയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. മിസ്റ്റർ റോയ് പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ശരിയായിരിക്കും. ഞാൻ ഈ കാര്യത്തിൽ കോൺഗ്രസിനെ ഒന്നും മുഴുവനായി കുറ്റം പറയാനില്ല. നിന്ന് കൊടുത്തിട്ടാണല്ലോ ഈ സംഭവം ഉണ്ടാകുന്നത്. കോൺഗ്രസുമായിട്ട് ചില അന്തർനാടകങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഓരോന്നും ഓരോ സമയത്ത് ബലി കൊടുത്ത് ഇല്ലാതെയാക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പുറത്തും കൂടി ഉണ്ടല്ലോ. ഞാൻ അതിനകത്ത് വല്ലാതെ കോൺഗ്രസിനൊന്നും കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് അതിന്റെ ആവശ്യങ്ങൾ ചോദിച്ച് മേടിക്കാൻ കഴിവില്ലാത്ത ഒരു നേതൃത്വം ഉണ്ടായെങ്കിൽ മറ്റുള്ളവരെ പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോ ശ്രീ ഹംസ, ആ പ്രതിഷേധം പൊന്നാനിയിൽ താങ്കളുടെ വോട്ടായി മാറുമോ? ആ പ്രതിഷേധം പൊന്നാനിയിൽ താങ്കൾക്ക് വോട്ടായി മാറുമോ? തീർച്ചയായും. ഇനി മരിച്ചു പിരിഞ്ഞാലല്ലേ. അല്ല, ഒരു കാര്യം എല്ലാവർക്കും ചെറുപ്പക്കാരെ ആളുകൾ കാത്തിരിക്കുന്നുണ്ടല്ലോ. ഒരു യുവ പ്രതിനിധികൾ പാർലമെന്റിലേക്ക് എന്ന് കയറാനാണ്? എത്ര കാലം മുമ്പ് തുടങ്ങിയത്? ഒന്ന് നോക്കി നോക്കൂ. ഇവർ തന്നെയല്ലേ മച്ചിപ്പശുക്കളെ തൊഴുത്ത് മാറ്റിക്കെട്ടുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കെട്ടി അവസാനിക്ക് എന്താ കാര്യമുള്ളത്? ഒരു ചെറുപ്പക്കാരനൊരു അവസരം കൊടുത്തോ? യൂത്ത് ലീഗ് ഇവിടെ ഉണ്ടല്ലോ, MSFകാരുണ്ടല്ലോ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന് കൊടുക്കുന്നു, KSUവിന് കൊടുക്കുന്നു, CPM SFIക്ക് കൊടുക്കുന്നു, DYFIക്ക് കൊടുക്കുന്നു പ്രാതിനിധ്യം. വല്ലപ്പോഴും ഒരു അവസരം ഇവർക്ക് കൊടുത്താലൊന്ന് കയറി വരാൻ കഴിയുള്ളൂ. അത് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ പ്രതിഷേധം അണികളിൽ ഉണ്ടല്ലോ. ഈ പ്രതിഷേധത്തെ എത്ര കാലം തടഞ്ഞു നിർത്താൻ കഴിയും? എന്തുകൊണ്ട്, എങ്ങനെ തടഞ്ഞു നിർത്താൻ കഴിയും? ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ തന്നെ തിരിഞ്ഞു കുത്തുന്ന സമയം വരാനിരിക്കുകയാണ്. അതുകൊണ്ടാണ് പൊന്നാനി തിരുത്തുമെന്ന് ഞാൻ പറഞ്ഞത്. എന്നെ പോകാൻ അനുവദിച്ച വിട്ടിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.